അളിയ ഒരു 45 കോടി കുറവുണ്ട് അളിയ. അളിയ ഒരു 45 കോടി കൊടുത്ത അളിയ. കൊടണ്ണ കാണിച്ചു കൊടണ്ണ നമ്മുടെ പവർ കാണിച്ചു ജട്ടി വാങ്ങിയാൽ പോലെ പൈസ ഇല്ലാതെ ഇരിക്കുന്നത് ഇവിടെ. അപ്പോഴാണ് അവൻ 100-400 കോടി കൊടുക്കാനാണ്. $40 കോടി കൊടുക്കാൻ നീ പിന്നെ എന്ത് മൈരിനാണോ ഞാൻ വന്നത്. ഹലോ ബ്രാവോ ബ്രാവോ ഒരു 200 കോടി സ്പോൺസർ ഞാൻ വന്നത് നീ ഒരു ദത്തെടുത്ത പുത്രം ഉണ്ടല്ലോ, ദത്തെടുത്ത പുത്രം, അവന്റെ നീ 100 കോടി വാങ്ങിച്ച് അത് തിരിച്ചു വയ്ക്കാനാണ് നമ്മൾ വന്നത്. ചെറുക്കാരുടെ പൈസ തിരിച്ചു കൊടുക്കും. നിന്റെ പരിപാടി ഇതാണല്ലേ മൊത്തത്തില്. ഇതാരാ പഴയ തന്ത ഞാൻ മറ്റേ ഹോസ്റ്റലിൽ പിള്ളേരെ ആളായ നീ അവന്റെ തന്ത അല്ലെങ്കിൽ ആ 100 വാങ്ങിച്ച 100 കോടി ഇടിച്ച് പല്ല് കിടക്കുന്നുണ്ട് ഏട്ടാ. നീ ആരെന്നറിയോടാ ഞാൻ ആരെന്നറിയോടാ എനിക്ക് നിലയുണ്ട് കള്ള പേരിട്ട് കള്ള തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ പ്രൂഫുണ്ടാ പ്രൂഫുണ്ടാ എന്ത് പ്രൂഫ് ആ കാണിക്ക് നോക്കട്ടെ നോക്കട്ടെ ആ ഫോണൊക്കെ വാങ്ങിച്ചാൽ തല്ലി പൊടിച്ചു കളഞ്ഞാ ചന്ദ്ര. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണില്ല. ഇവനാണ് നിന്റെ കൊച്ചി, അതാ സൂര്യബോസാണ് നിന്റെ കൊച്ചു. സൂര്യബോസ് ആണെങ്കിൽ നിനക്ക് ഒരു 200, സൂര്യബോസ് ആണെങ്കിൽ 200 കോടി തരണം. സൂര്യബോസ് മനസ്സിലായിപ്പോ പണ്ടത്തെ പോലെ അല്ലേ, ഒരു കാശിന് ഗുണമില്ല അവനെ കൊണ്ട്, ഈ സൂര്യ കൊണ്ട് ആണല്ലേ ഒരു കാശിന്. ഇങ്ങനെ നടന്നു കേട്ടാടാ, നീ ഇങ്ങനെ നടന്നു. എല്ലാരും ഇങ്ങനെ വന്ന് ചന്ദ്രനെ കൊച്ചിനെ പറയല്ലേ, കൊച്ചിനെ പറയല്ലേ. ഇവന് മലയാളം പഠിച്ചോ? യെല്ലോ പേജിൽ നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ട് മോനെ 100 കോടി പോയാ പോയാ നോക്കാം കേട്ടോ. അമ്മ പറഞ്ഞ 4 ദിവസം അച്ഛനില്ലാത്തതിനൊക്കെ അച്ഛനായിട്ട് അഭിനയിച്ചു ചന്ദ്രൻ. അതിന് 100 കോടി. 13 കാറല്ല ഉങ്ക കയ്യില് എന്നത് கார்ல இன்வெஸ்ட் செய்து வச்சிருக்கேன். இப்போ வேணும்னா சேல் பண்ணி தரோம். சேல் பண்ண முடியுமா இங்க? ஜிஆர் இருக்கு. வர 150 സിആർ തരാം. അറിയാം 150 സിആർ തരാം. അലീന ആ കാശ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം അലീന. ഞാൻ കൊടുക്കുന്നില്ല, അത് ചന്ദ്രൻ തന്നെ അത് കൊടുക്കണം. കാശ് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ വല്ല എച്ചിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് തന്നെ കൊടുക്കണം. ഉറപ്പല്ലേ? എന്തറിഞ്ഞിട്ടാണ് ഈ കിടന്നു. ഹലോ ഒരു ഞാൻ മിസ്റ്റർ എക്സ് സംസാരിച്ചില്ല ഒരു മിനിറ്റ്. ഹലോ മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് പറ. നമുക്ക് ശനിയാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഇരിക്കുന്ന ഗൺസിന്റെയും എണ്ണവും അതിന്റെ സീരിയൽ നമ്പറും നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് വേണമായിരുന്നു. ആണല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മിസ്റ്റർ എക്സ് നമ്മൾ ഈ വാറുന്നധികം തോക്കാത്തോണ്ടേ 10, 600, 700 കണ്ണിരിപ്പുണ്ട്. അത് കെവിഎം പറഞ്ഞായിരുന്നു, അപ്പൊ അവര് അവസാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ മിസ്റ്റർ എക്സിൽ ഒരു 10-4-5 വരെ കൂടി വിടുവോ? നമുക്ക് ഒരുമിച്ചിരുന്ന് എണ്ണായിരുന്നു അങ്ങനെയാണെങ്കിൽ. അല്ല അങ്ങനെയല്ല മിസ്റ്റർ എക്സ്, നമുക്ക് നല്ല ബുദ്ധിമുട്ടാ. കാരണം 10, 600, 700 കണ്ണില്ലേ. എന്നാ അതിന്റെ എണ്ണ വാല്യം തന്നാ മതി. എണ്ണ വാല്യം മതി. മതിയല്ലോ. ഓക്കെ, കറക്റ്റ് എണ്ണം തരാം. കറക്റ്റ് എണ്ണം വേണം. ആ എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പരാതിയായിട്ട് വരല്ലേ? ഇല്ല കറക്റ്റ് ആയിരിക്കും. ഓക്കെ ഒരു പ്രശ്നമില്ല. നീ ക്യാരക്ടർ എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നിനക്ക് ഓർമ്മ അല്ലെ കുറച്ച് 100 കോടി ചോദിച്ചില്ലേ അളിനോട്? ഇനി ഇങ്ങനെ ഒരാളില്ല. നീ ഇവിടെ എന്റെ മോന്റെ ക്യാരക്ടർ ഉണ്ട്. കത്തിക്കല എന്തിന്റെ കത്തിക്കാൻ പോയ ഞാൻ ഇങ്ങനെ കാണാൻ ചെയ്യണ്ട. നീ ഒന്നല്ല, നീ എന്റെ കാട്ടിൽ മുത്തല്ലേ? ഞാൻ ആരി പൈസ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ബിസിനസിന്റെ. ഹലോ എടാ 100 കോടി ഉങ്ക അപ്പാരെന്ന് വാങ്ങിച്ചിട്ട് ആ 100 കോടി തിരിച്ചു കൊടുത്താൽ നീ പെട്ടെന്ന് റിവായിട്ടോ, ഞാൻ അങ്ങോട്ട് വിടാം. പെട്ടെന്ന് റിവായിട്ടോ, സംസാരിക്കണ്ട്. നിന്നെ ഇങ്ങനെ ആഴ്ച ഉറക്കമല്ല നിന്നെ.
നീ റിവ് ഞാൻ പറയുമ്പോ അടിക്കാം കേട്ടാ. ചന്ദ്ര അവനെ പൊക്കാന്ത് EMS വരുന്ന ആളെ എവിടെ എടുത്തിട്ട് പോണവനെ? എവിടെ? ഇതോ അങ്ങോട്ട് പോയി. അല്ല EMS പൊക്കിയത് അവന് കൊടുത്തത്, അവന് അങ്ങോട്ട് കൊടുത്തത്, അവന് ആ ചെറുക്കൻ. അല്ലല്ല ഞാൻ പറയട്ടെ, അതായത് ഞാൻ പറഞ്ഞുതരാം. ഈ ടെലിഫോൺ ബൂത്ത് വീണാണ് ആള് പോയത്. ആളിന്റെ അടി കിടക്കുമായിരുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ഞാനൊന്ന് വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ടെ ജീവശ്വാസം എല്ലാം കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഒന്ന് വലിച്ചിട്ടതാണ്. കൊടുക്കാൻ പറ്റില്ല, ആള് കണ്ണൊക്കെ നോക്കി അടിച്ച് പഴുത്തിരിക്കും. നോക്കി കുപ്പിച്ചെല്ലാം കടിച്ചു കയറി. അപ്പൊ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ഒന്നും ഇത് കണ്ണ് പോയോ? EMS നോക്കിക്കേ. അയ്യോ ഡോക്ടർ ഒന്ന് തൂക്കണേ. 1000 കോടിയുടെ മുതലാണ് കിടക്കണ കേട്ടാ. പെട്ടെന്ന് തൂക്കണേ. ഇവന്റെ 1000 കോടിയാ? ഇവനെന്താ വല്ല കൊള്ളടിക്കാൻ പോയാ? ചന്ദ്രൻ വന്നേ. ആര് എടുത്ത്? അത് പൊക്കണേന് ഇങ്ങനെ പൊക്കണേന് 2 ഷെയർ എടുക്കും. അതെ ഇവിടെ ഓസിനൊന്നും നിന്നെ ആരും പൊക്കൂല കേട്ടാടാ. ഇത് നിന്റെ കുഞ്ഞമ്മേരെ ഹോസ്പിറ്റലല്ലേ ഇത്? നീ ഒരു തന്തില്ലാത്തവനായിരുന്നു. നിനക്ക് 2 ദിവസം നിനക്ക് തന്തനെ കിട്ടി ഇല്ലേ? അതും 60-ലെ ബെസ്റ്റ് തന്ത. അതും നല്ല 9/6. അവന്റെ വായ ഇടിച്ച് കീറിഞ്ഞ പട്ടി വണ്ടിയിൽ അങ്ങോട്ട് നിന്റെ തീട്ട മുടിയും വെച്ചോണ്ട് അവൻ എന്റെ അടുത്ത്. അവന്റെ ഹെലികോപ്റ്റർ അരി ഇവനെ വലിച്ചു കയറ്റി. ഈ പിഴച്ച പട്ടി സൈക്കിളും ഇല്ലാത്തവൻ വലിച്ചു കയറ്റവനെ. ഹെലികോപ്റ്റർ കാണുന്നേ ഇത് എന്തിന് പറ ഹോട്ട്വെയറുടെ ഇത്? എടാ നിന്റെ ഹെലികോപ്റ്റർ എടുത്തോണ്ട് എന്ത് ഹോട്ട്വെയർ പറ്റൂല. ഭയങ്കര പാടാ ഹോട്ട്വെയർ. ഇങ്ങനത്തെ പരച്ച സാധനമൊക്കെ കൊണ്ടുവരണം. ഈ വാങ്ങിച്ചോ അല്ലെങ്കിൽ നടക്കൂല. ഞാൻ ഇവരെ കൂടെ വരാം, നീ വാ. അരിയോ അരി കുടിക്കുക വല്ലം താ. നമ്മളെ കിട്ടും. ഏതാ? എടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. എവിടെ സാവി? എവിടെ? സാവി എന്റെ കിട്ടില്ലല്ലോ. പറയുന്നുണ്ടോ? വേണ്ട, അവന്റെ ഹെലി എടുക്കാൻ. നിന്റെ ഹെലികോപ്റ്റർ ഒന്നും എനിക്ക് വേണ്ട. ഒന്ന് പോടാ. നമ്മളെ ഹെലികോപ്റ്റർ ലോക്ക് മാറില്ല. ഈ അഴുക്ക് അവന്റെ വണ്ടി കയറി പോവാൻ വാടേ. വണ്ടി ഇത് കട വാടകയ്ക്കെടുത്തായിരിക്കല്ലേ? കണ്ണറിഞ്ഞോട് കളിയാ. ലോക്കൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് ഇങ്ങനെ ഹെലികോപ്റ്റർ ഒന്നും നടക്കല്ലേ കേട്ടടേ? അലീന എടാ പൊലയാടി മോനെ, നിന്റെ വായടിച്ച് എറിഞ്ഞ് മര്യാദ സംസാരിച്ചു കേട്ടാ കുണ്ണേ. നീ ഓട്ടിന് വണ്ടി പൊലയാടി നിന്റെ പറച്ച വണ്ടി മാറ്റി നിന്റെ 100 കോടി. എടാ ഞാനെടാ കാശിന്റെ മണ്ടക്കട കടന്നു തുറക്കണേ അവരാതി മോനെ. നിന്റെ കുണ്ണ വണ്ടി അവന്റെ കൊച്ചു വായില അവന്റെ കുണ വർത്താനം.
കൊലയാടി അല്ല അല്ല രായണ്ണ എന്തിനൊക്കെ ഒരേ തന്നില്ലാത്ത പിള്ളേര് കൊറേ നേരെ എന്റെ നാക്കുളിക്കന്റെ അറിയാട്ടോ ഒരത്ത് നീ പള്ളിയെ ചത്താണേ എവിടെ ബാങ്ക് എവിടെ ഓ അവിടെ വല്ല പ്രശ്നമുണ്ട് വിളിയടെ വിളിച്ചത് കുറച്ചാണ് ആയിസി ഉറപ്പില്ല വാ. ഇങ്ങനെ വലിയ സീറ്റ് ഇവിടെ വാടാ നിന്റെ കാശിന്ന് വലിച്ചിന്റെ മോന്തക്ക് എറിഞ്ഞെറിഞ്ഞ് നിന്റെ ഇത് നമ്മളിവിടെ നിലത്തിട്ട് നീ പിറക്കിയെടുത്തോളാം. ഞാനേ ഓരോ രൂപയുടെ ഇട്ടിട്ട് പോകും ഇങ്ങനെ മുതുക്കോരെ ബാങ്ക് അവധിയാണല്ലോ. വേണം കെടുത്താൽ മതി, എടുത്തില്ലെങ്കിൽ എന്റെ കുറ്റമല്ല. ഹലോ വേണം കെടുത്താൽ മതി, എടുത്തില്ലെങ്കിൽ എന്റെ കുറ്റമല്ല. ഹലോ 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 കൺഗ്രാറ്റുലേഷൻസ്. ഹലോ 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 എവിടാ 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 ഞാൻ ഇവിടെ ഉണ്ട് 8073 അല്ലെ കാശ് കൊണ്ടാളെ പോരെ വെയിറ്റ് ഏറ്റിയും കട അല്ലീനടയില്ല ഇപ്പൊ വെറുതെ അല്ല അപ്പഴേ പറഞ്ഞല്ലേ വാങ്ങിക്കണോ. വെയിറ്റ് ചെക്കന്റെ കാര്യം എടാ നിന്റെ ഹെലികോപ്റ്റർ സൈഡിലേക്ക് പാർക്ക് ചെയ്തേ. റോഡിൽ പറയുന്നത് എങ്ങനെ ഇത് வேற வழி இல்ல வண்டி நான் தான் அன்லாக் பண்ண பட் எடுத்து അവിടെ നിന്ന് നീ എന്തിനു വളരെ ഇങ്ങനെ വലിഞ്ഞു കയറി? ഞങ്ങൾ സംസാരിക്കും കുടുംബക്കാരെന്ന്. അല്ലേ വാ 100 കോടി ഉറപ്പ് എന്റെ 70 ഉണ്ട്, ഒരു 30 കൊണ്ട് ഇട്ടാണ്. ആ ഒരു മിനിറ്റ് നിന്റെ എത്രയാണ് വാങ്ങിയ ഞാൻ 100 கோடி 70 സിആറിലടാ. അല്ലല്ല 100 കോടി നീ ചന്ദ്രനെ പറ്റിക്കണ ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ശരിക്കും നിനക്ക് ശരിക്കും അച്ഛനുണ്ടെങ്കിൽ എന്നാ നീ സത്യം പറയുന്നേ. എനിക്ക് അച്ഛനില്ല. പിന്നെ ദിവ്യഗർഭ സംഭവിച്ചുണ്ടായല്ലോ നീ. ആ നീ ഓർഫണേജല്ലേ വന്ന നീ? ആ ഞാൻ ഓർഫണേജ് വന്ന, പക്ഷെ എത്തിക്സ് ആണോടാ. എത്ര രൂപ വാങ്ങി സത്യം പറടാ. പിന്നല്ലേ 100 കോടി ചെറ്റപ്പിള്ളി പറഞ്ഞ കറക്റ്റ് പറടാ. എന്താ 100 കോടി നിന്നെ ഇവിടെ കൊന്നറിഞ്ഞാലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കുന്നുണ്ട്. നിന്റെ ഓർമ്മ പോയി. കാശ് വേണമെങ്കിൽ ഉള്ള സത്യം പറടാ എത്രയാന്ന്. 100 കോടി 30 കോടി കയ്യിലും ഇവിടെ വാടാ, 70 കോടി ബാങ്കിലും. ഇവിടെ വാടാ. 30 കോടി കയ്യിൽ 30 കോടി കൈ കൊടുക്കാൻ പറ്റൂലല്ലോ മോനെ. പറ്റുമല്ലോ. ഇല്ലല്ലോ മോനെ. പറ്റുമല്ലോ. ഇല്ല കൊടുക്കല്ലേ. അലീന കൊടുക്കല്ലേ. ഡേയ് 70 കോടി തരും, അതുകൊണ്ട് പൊക്കോണം കേട്ടല്ലേ. 70 കോടി കിട്ടിയാലേ ഭാഗ്യം. അതുകൊണ്ട് വിട്ടോ അല്ലെ കൊടുത്തേ 70 കോടി വേണോ? ആ എന്നാ അങ്ങോട്ടാ ചന്ദ്ര. നീ ഞെക്കല്ലേ എക്കോടി. വേണ്ട സൂര്യ അടിക്കുക. സൂര്യ കൈ വെക്കണ്ടവനെ കൊച്ചിറക്കെ. அடின்னு சொல்ற மாதிரி இருக்குப்பா எனக்கு. വന്നാ 70 കോടി കിട്ടി. அப்படியே திரும்பி பார்க்காம ஓடிரு. அப்ப ഇനി നിന്റെ തന്തയെ പറ്റിയെന്നും ഇവ തന്തയാണെന്ന് പറ്റിയെന്നും നാട്ടുകാർക്ക് പറഞ്ഞോണ്ടല്ലേ. ഓൾ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. തന്ത ഡിവോഴ്സ് ആയിരുന്നു. ഹെലികോപ്റ്റർ ഷോറക്ക നിന്റെ ഷോറക്ക അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ അമിട്ടിട്ട് വായിച്ചു പൊട്ടിക്കിഞ്ഞ്. അപ്പൊ ശരിയായ മാമാണ് ചന്ദ്രന്റെ ശരിയായ മകൻ ആരാണെന്ന്. ഹെൽമെറ്റ് ഉറ. നീ ഹെൽമെറ്റ് ചടക്കാൻ നീ ഒരു പൈലറ്റാ. ഉറ ഹെൽമെറ്റ്. സൂര്യ ബോസ് പറടാ. ഡീൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കേ ആ പോ പോ വീട്ടിൽ പോ. ബാക്കി 30 ഷെയർ പിന്നെ തന്നാ മതി. പിന്നെ തന്നമ്മ
അതൊരു ലോക്കാണ് അളി, അത് ലോക്കാണ്, അത് ക്ലിയർ ചെയ്തിട്ട് പോവാ, ഇല്ലെങ്കിൽ അതൊരു ലോക്കാണ്. ഡേയ് എല്ലാം കഴിഞ്ഞ് ഡേയ് എലിയും പൊട്ടിയില്ലേ. ഇനി 40 CR അരിയൊന്നും ഇല്ല കേട്ടാ. 30 ഒന്നും ഇല്ല. എല്ലാം ഡീൽ കഴിഞ്ഞ്. എടാ അവന്റെ വല്ല സൈന്യം വെച്ച് പോ, കയ്യിലാണ് കൊടുത്തേക്കണേ. ആ ഹെലികോപ്റ്റർ ഒരു മിനിറ്റ് പോല് അളിയാ, നീ ഇവിടെ നില്ല്, രാമച്ച അവിടെ നില്ല്, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ചേക്കൻ്റെ കൂടെ, അതായത് നിങ്ങളെ ഡീല് കഴിഞ്ഞെന്ന്. അളിയ ഒരു മിനിറ്റ്, അതൊക്കെ വേണം ഒരു മിനിറ്റ്. ഇല്ലെങ്കിൽ ഇവനെ അളിയ സത്യം എന്റെ സാധനം ഉണ്ട്, ഇരിപ്പുണ്ട്. വിച്ചിടെ ഒരു മിനിറ്റ്. ഇണ്ടാ ക്യാഷ് ബാഗ് എത്തി ഇണ്ടാ ഒരു മിനിറ്റ്. ഹായ് നല്ല ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇത് കവർ பண்ணு ഒരു ചെറിയ കൊടുക്കണോ? ശരി. ആ ഇത് കവർ பண்ணிக்கோ. എടുത്തില്ലേ? കിട്ടില്ലേ? സാധനം കിട്ടില്ലേ? കാശ് കൊടുത്തിട്ടുണ്ട്. ഇനി കാശുമില്ല, അരി കൊടുക്കുകയില്ല, എല്ലാ ബന്ധവും ഇവിടെ തീർന്നേ. അല്ലല്ലോ 30 കോടി പിന്നിട്ടുണ്ടോ? നിന്റെ സ്വഭാവം പറ്റിക്കല്ലേ കേട്ടല്ലേ? നിനക്ക് കാശു തീർന്ന് ഇവിടെ 70 കോടി നിനക്ക് തന്നിട്ടുള്ള ആ തിരിച്ചു തന്നിട്ടുണ്ട് അതുപോലെ കേട്ടാ. ഓക്കേ ഓൾറെഡി ടാറ്റാ. എടാ ഒരു മിനിറ്റ്, പിന്നെ എന്റെ കടയില് മൊത്തം എടുത്ത് മാറ്റണം. എടേ വണ്ടി എടുത്തേ. അതിന് കടയിൽ എനിക്ക് ആക്സസ് ഒന്നും ഇല്ല, പേടിക്കാൻ. ആ നിനക്ക് ഫുൾ നിനക്ക് ആക്സസ് ഒക്കെ ഉണ്ട്. ഇല്ല, പോയി നോക്ക്. വേറെ ആരോ റിമൂവ് ആക്കിയാണ്. ഞാനോ? തള്ളക്കുന്നുണ്ടെങ്കിൽ അഡ്മിനാണേ, ബാൻ ഇട്ടു. ഹലോ പറയൂ. നിന്റെ ഏരിയയിലേടാ കിടക്കണ 1000 കോടി കയ്യില്. ഗ്യാങ് ഡ്രസ് ഊരണോ? ആളെ ഊരിക്കോ. ഞാൻ നേരത്തെ അപ്പ ഊരല്ലെന്നാണ് പറഞ്ഞത്, ഇപ്പൊ ഊരിക്കോ. അല്ല ഇനി ഇത് നമ്മള് കാശ് കൊടുത്ത് നമ്മള് വാങ്ങിച്ച ഡ്രസ് അല്ലേ? അതായത് നമ്മൾ ഊരിന്റെ ആവശ്യമുണ്ടാ? പൈസ കൊടുത്തത് നമ്മളെ സ്ലോട്ടില്ലെങ്കിൽ ഊരാ. ഒരു മിനിറ്റ് നമുക്ക് ഇപ്പൊ തന്നെ മാറ്റിക്കളാം അപ്പുറത്ത് കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഊരാൻ അഡ്മിൻ. അപ്പൊ ശരിയെടാ രാമകൃഷ്ണൻ, എല്ലാം ഡീലായില്ലേ? എന്നെ കൊണ്ട് കൊണ്ടു. നിന്നെ പോടാ, വല്ല ഊബർ വിളിച്ചു പോടാ. ഊബർ വിളിച്ചു പോടാ. ആ കേറി അടിച്ച് കേറി ബാക്കിൽ കേറി. 70 കോടി ഇടിയടാ അവനെ രായാവന് ഇറക്കിട്ട്. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാം. നീ കുറച്ചു നേരത്തെ നിന്റെ ഹെലികോപ്റ്ററിൽ നിന്നിട്ട് എന്റെ താളോട് അടിച്ചത് എന്റെ വണ്ടിയിലാണ്. നീ വലിയ പറഞ്ഞ മനസ്സിലായ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലേ. നിന്റെ എടാ എന്റെ 100 ഹെലികോപ്റ്റർ പറക്കൂത് മനസ്സിലായ? വേണമെന്ന് വെച്ചാ അത്രേ ഉള്ളൂ. പൈസക്കാരനാവട്ടെ. പൈസക്കാരനാണടാ ഇപ്പോഴും. അത്രേ ഉള്ളൂ. നിന്റെ 70 കോടി നിന്റെ കയ്യിലിരിക്കുമ്പോ കനം കൊണ്ടല്ല നിന്നെ തന്നിരുന്നേ. അല്ലാണ്ട് ഞാൻ കടോട് ചോദിച്ചാലല്ലോ എന്റെ അടുത്ത് ചോദിച്ചാ. എന്റെ അപ്പനാണ് അപ്പന്റെ ഉറി കാശ് തരാതെ കുറേ നിനക്ക് തന്നത്. പ്രൂഫ് ഒലക്ക മുച്ചിരി മാമന്റെ அப்பா அவன நோக்கும்போது நீ சந்தில அலங்கி விட்டல, அதுக்குள்ள யார் காசு தருவா? ഇവിടെ അവൻ ഇറക്കണോട്ടെ. ഇറങ്ങി പോട്ട് പോട്ട്. ഒരു മതം മതി. സന്തോഷം സന്തോഷം ഞാനൊരു കഥ പറയട്ടെ.